ഹായ് ഓൾ. നമുക്ക് പാഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ പാഷൻ ഉണ്ടോ, പാഷൻ ഉണ്ടെങ്കിൽ എങ്ങനെയാണ്. അപ്പം നമുക്ക് എല്ലാം വേരിയസ് പാഷനാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും ഇതാണ് നമ്മുടെ പാഷൻ എന്ന്, ചിലപ്പോൾ തോന്നും വേറെ ഒന്നാണ് നമ്മുടെ പാഷൻ. ചിലപ്പോൾ നമുക്കൊരു പാഷൻ ടെസ്റ്റ് എടുക്കാനായിട്ട് തോന്നും. ചിലപ്പം ഈ പ്രധാനപ്പെട്ട ചില കോഴ്സിലൊക്കെ വരുമ്പോഴായിരിക്കും നമുക്കൊരു പാഷൻ ടെസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ജീവിതത്തിൽ പാഷൻ ഉണ്ടെങ്കിലുള്ള മാറ്റം എന്താണെന്ന് നമുക്കറിയണം. അപ്പോൾ എന്തായാലും നിങ്ങളൊരു പാഷൻ ടെസ്റ്റ് എടുക്കണം. നമ്മുടെ ബില്യണിയർ മൈൻഡ് സെറ്റിലൊക്കെ നമ്മൾ എല്ലാവരുടെയും പാഷൻ ടെസ്റ്റ് എടുത്തിട്ടാണ് ഈ പ്രൊസീഡ് ചെയ്യുന്നത്. ഞാൻ പാഷൻ്റെ ഉദാഹരണം പറയാം. ജോ ജെറാഡ് എന്ന് പറയുന്ന ഒരു സെയിൽസ്മാൻ ഇന്നും ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ അദ്ദേഹത്തിൻ്റെ ആണ് 1973 ഉള്ള അദ്ദേഹം അതുവരെ വിറ്റിട്ടുള്ള കാറുകൾ 13,000-ലധികം കാറുകൾ വിറ്റതിൻ്റെ റെക്കോർഡ്സാണ് കിടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിനെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ ആദ്യമായിട്ട് കാറ് സെയിൽസ്മാനായിട്ട് എടുക്കുമ്പോൾ വീട്ടിൽ ആഹാരം വാങ്ങിക്കാൻ ഒരു നിവൃത്തിയില്ല. ഇപ്പം എന്തെങ്കിലും ഒരു ജോലി ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ പോകുമ്പോഴത്തേക്കും പുള്ളി ഓട്ടോമൊബൈൽ സെയിൽസ് ഷോപ്പ് കണ്ടിട്ട് അവിടെ ചോദിക്കുകയാണ് അതിൻ്റെ മാനേജറുടെ എനിക്കൊരു ജോലി തരാമോന്ന്. അപ്പോൾ അങ്ങനെ ബാക്കി സെയിൽസ് പീപ്പിളിനൊന്നും ശല്യപ്പെടുത്താതെ ഇരുന്ന് വൈകിട്ട് 5:15 ഒരാൾ നടന്നങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇയാൾ വരുന്ന ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ഇയാൾ പെട്ടെന്ന് മനസ്സിൽ കാണുന്ന 2 കൈ നിറച്ച് 2 വലിയ സഞ്ചിക്കകത്ത് ഗ്രോസറി വാങ്ങിച്ചുകൊണ്ട് വീട്ടിലപ്പോൾ ഗ്രോസറി വരുന്നത് പോലെ പുള്ളിക്ക് തോന്നിയത്. അദ്ദേഹത്തെ അവിടെ പിടിച്ചിരുത്തി അപ്പം തന്നെ കാര്യങ്ങൾ പറഞ്ഞ് കാറിനെ കുറിച്ച് പറഞ്ഞ് അവസാനം അത് ക്ലോസ് ചെയ്ത് അദ്ദേഹത്തിന് ചെക്കും വാങ്ങിച്ച് അവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ മാനേജറോട് ചോദിച്ചു, എനിക്കിതുപോലെ വീട്ടിലെനിക്ക് വേണ്ടി വലിയ പ്രശ്നമുണ്ട്, പിന്നെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കഴിച്ചിട്ട് പ്രശ്നമാണ്, ദിവസങ്ങളായി, അങ്ങനെ എനിക്കിതിന് എഗനിസ്റ്റായിട്ട് ഒരു ലോൺ തരാമോ എന്ന് ചോദിച്ച് ആ സെയിൽസിന് എഗനിസ്റ്റായിട്ട് അദ്ദേഹം അന്ന് $100 എന്നൊക്കെ പറഞ്ഞ് വലിയ എമൗണ്ടാണ്, അത് വാങ്ങിച്ചുകൊണ്ടാണ് അദ്ദേഹം വീട്ടിലോട്ട് പോകുന്നത്. അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ കാർ സെയിൽസിനകത്ത്. അപ്പോൾ അതിൻ്റെ സീക്രട്ട് ഞാൻ പ്രത്യേകമായിട്ട് പഠിക്കാനൊരു കാര്യം ഹാർവാർഡ് ബിസിനസ് റിവ്യൂവിനകത്ത് ഇത് സ്റ്റോറിയായിട്ട് വന്നതാണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ കാറ് വിറ്റ് കഴിഞ്ഞാൽ ആ കാറ് കൊണ്ടുപോയ ആൾക്കാർക്ക് എന്താവശ്യം വന്നാലും ഇദ്ദേഹം വിറ്റ കാറാണെങ്കിൽ പ്രത്യേകമായിട്ട് പറഞ്ഞ് കമ്പനിയുടെ വർക്ക്ഷോപ്പിലെല്ലാം ചെയ്ത് ഭംഗിയായിട്ട് ഡെലിവറി ചെയ്യും. ഇദ്ദേഹത്തിന് കിട്ടുന്ന പിന്നീട് ഇദ്ദേഹത്തിന് കിട്ടുന്ന കമ്മീഷനിൽ നിന്ന് എല്ലാ മാസവും ഒരു പാർട്ടി നടത്തും വർക്ക്ഷോപ്പിലുള്ള ആൾക്കാർക്കെല്ലാം. അപ്പോൾ ഷെയർ ചെയ്യും ഇദ്ദേഹം. പിന്നീട് ഇദ്ദേഹം സൂപ്പർ സെയിൽസ്മാൻ ആയി കഴിഞ്ഞപ്പോഴും ഈ ഒരു ഇത് തുടങ്ങി. അപ്പോൾ ഇദ്ദേഹം ഒന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകം കെയർ ആയിരിക്കും. അപ്പോൾ ഒരു കാറ് വാങ്ങിച്ചിട്ട് പോയ ആൾ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അടുത്ത കാറ് വാങ്ങിക്കുമ്പോഴും അവിടെ ബാക്കി സെയിൽസ് പീപ്പിൾ ആളൊന്നും ഇല്ലാതെ വെയിറ്റ് ചെയ്യുമ്പോഴും ഇയാളുടെ അടുത്ത് 5, 6, 7 പേര് വെയിറ്റ് ചെയ്യുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ടേൺ കഴിയുന്നവരെ വെയിറ്റ് ചെയ്ത് ഇദ്ദേഹത്തെ കണ്ട് കാറ് വാങ്ങിച്ചിട്ട് പോകും. ആ ഒരു സംഭവത്തിൽ അത് വളരെ അത്ഭുതകരമായിട്ട് അദ്ദേഹത്തിൻ്റെ പാഷനെ കുറിച്ച് ഹാർവാർഡ് ബിസിനസ് റിവ്യൂവിനകത്ത് ഇത് ചെയ്തിരുന്നു. അപ്പോൾ എന്താണ് ഈ പാഷൻ? ഇപ്പോൾ ഈ പാഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ എനിക്ക് പ്രധാനമായിട്ടും മൈൻഡ് പവർ പഠിപ്പിക്കുന്നത് എനിക്ക് പാഷനായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാനത് പഠിപ്പിക്കുമ്പോൾ സമയം പോകുന്നത് ഞാൻ അറിയാറില്ല, ഞാനും അറിയാറില്ല, ക്ലാസ്സിലിരിക്കുന്ന ആൾക്കാരും മിക്കവാറും അറിയാറില്ല. അപ്പോൾ എന്താണ് നമ്മുടെ ഈ പാഷൻ? അപ്പോൾ പാഷൻ്റെ പർപ്പസ് എന്താണ്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ജേണി പോകുന്ന പോലെയാണ്. അപ്പോൾ എപ്പോഴും നമുക്കൊരു മോട്ടിവേഷണൽ എനർജി അതിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പാഷൻ നമുക്ക് എപ്പോഴും പാഷനുള്ള കാര്യം ചെയ്യുമ്പോൾ എന്തൂസിയാസം ശരിക്കും വരും. അപ്പം നമ്മുടെ ഒരു അംബീഷൻ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട് ഇൻറ്റു ആക്ഷനായി മാറുകയാണ്. അത് നമ്മുടെ ഹൃദയത്തിലാണെങ്കിലും മൈൻഡിലാണെങ്കിലും ബോഡിയിലാണെങ്കിലും സോളിൽ ആണെങ്കിലും ഇൻവോൾവ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പം സാധാരണഗതി പാഷൻ നമുക്കങ്ങനെ ആൾക്കാർക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ പാഷൻ ഒഴിവാക്കിയാൽ നമുക്കെപ്പോഴും തോന്നുന്നത് ഒരു അൺഫുൾഫിൽഡ് ലൈഫായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പാഷനായിട്ട്, അപ്പോൾ ഈ പ്രൊഫഷണൽ ഹീറോസിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് അവരുടെ ഹീറോസായിട്ട് തീർന്നത്? നമ്മൾ അഡ്മയർ ചെയ്യുന്ന പല ആൾക്കാരും നോക്കുമ്പോൾ അവർ അവിടെ എത്തിച്ചത് പാഷനാണ്. അപ്പം നമുക്ക് പണത്തിനൊക്കെ അപ്പുറത്തേക്കായിട്ട് നമ്മൾ ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുകയാണ്. ഫൈനാൻഷ്യൽ ഗെയിൻ ഒന്നുമല്ല. ചിലപ്പോൾ നമ്മൾ ചൈൽഡ്ഹുഡ് മെമ്മറീസ് മുതൽ നമ്മൾ ആരാധിച്ചു വന്ന ചിലപ്പോൾ ആ ആക്ടിവിറ്റി ആയിരിക്കും ചിലപ്പോൾ നമ്മളെ പാഷനായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ വളരെ എൻജോയബിളായിട്ടൊരു പെർസ്യൂട്ട്, അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി രാത്രി. അപ്പോൾ എനിക്കൊരു ഡോക്ടറെ അറിയാം, അദ്ദേഹം ഈസ് എ സർജൻ. സർജറി അദ്ദേഹത്തിൻ്റെ ഒരു പാഷനാണ്. അപ്പോൾ രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ 8 മണി 8:30 സർജറി തുടങ്ങിയാൽ രാത്രി 10 മണി വരെയൊക്കെ സർജറി ചെയ്യുന്നതിന് അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ്.
അപ്പം നമ്മുടെ സ്കില്ലുകൾ, നമ്മുടെ പ്രത്യേക കഴിവുകൾ, ടാലൻസ്, അത് പലപ്പോഴും നമ്മുടെ പാഷനുമായിട്ട് ചിലപ്പോൾ കണക്ട് ചെയ്തിരിക്കാം. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ സമയം പോകുന്നത് അറിയുന്നുണ്ടാവില്ല. അപ്പം ഈ പാഷൻ നമുക്ക് പലപ്പോഴും സ്ട്രെങ്തായിട്ട് നമുക്കിരിക്കും. ഇപ്പോൾ ഇതിനെക്കുറിച്ച്, ഒരു പാഷനെക്കുറിച്ച് അടുത്ത കാലത്ത് വന്നൊരു സ്റ്റഡി 2022 വേൾഡ് എക്കണോമിക് ഫോറത്തിൽ കണ്ടൊരു കാര്യം. അപ്പോൾ നമ്മൾ ഈ ജനറേഷൻ ഇസഡ് എന്ന് പറയുന്നത് 2000-ന് ശേഷം ജനിച്ചിട്ടുള്ള ആൾക്കാർ, അപ്പോൾ 23 വയസ്സ് അകത്തുള്ള ആൾക്കാർ. അപ്പോൾ അതിൽ ഈ 73% ആൾക്കാർക്കും ഈ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കണമെന്ന് പാഷനുള്ള ആൾക്കാരാണെന്നാണ് അവരെക്കുറിച്ചുള്ള പഠനങ്ങൾ കാണിച്ചത്. യങ്സ്റ്റേഴ്സാണ്, അവർക്ക് വലിയ പാഷനുണ്ട്. പിന്നെ ഒരു ഗാലപ്പ് കണ്ടത്, എംപ്ലോയീസ്, പാഷനേറ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് എപ്പോഴും 21% മോർ പ്രൊഡക്റ്റീവാണ്. ആൻഡ് 57% ആൾക്കാരും എംപ്ലോയീസും അവർ ജോലിയിൽ അറിയാതെ എൻഗേജ്ഡ് ആയി പോവുകയാണ്. അപ്പോൾ പാഷനുള്ള എംപ്ലോയീസ് അവരുടെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് 59% അവർ ജോലിയെ ഉപേക്ഷിച്ച് പോകാനായിട്ട് ചാൻസ് കുറവാണെന്നുള്ളതാണ്. അതിൽ നമുക്കൊരു ക്ലൂ കിട്ടുന്നത് പാഷനുള്ള ആൾക്കാരെ നമുക്ക് ജോലിയിലെടുത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഇനി ഹാർവാർഡ് ബിസിനസ് റിവ്യൂവിനകത്ത് അടുത്ത കാലത്ത് വന്ന 2018 അവരുടെ സ്റ്റഡിയാണ് കാണിച്ചിരിക്കുന്നത്. ഈ പാഷനേറ്റ് ആയിട്ടുള്ള ലീഡേഴ്സിനെ ഉണ്ടെങ്കിൽ അവർക്ക് 20 times മോർ ലൈക്ലി ടു ഇൻസ്പയർ ദ ടീം ടു പെർഫോം ദ ബെസ്റ്റ്. അപ്പോൾ അത്രയും ഇതാണ് പാഷനേറ്റ് ആയിട്ടുള്ള ലീഡേഴ്സ് നമുക്ക് കിട്ടുകയാണെങ്കിൽ. അപ്പോൾ ഇവിടെ നമ്മുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഡിസ്കവർ അവർ പാഷൻ. അപ്പോൾ എങ്ങനെയാണ് മൈൻഡ്ഫുള്ളി നമുക്കതിനെ ഡിസ്കവർ ചെയ്യാനായിട്ട് പറ്റുന്നത്? നമുക്കത് അവിടെ വിട്ടൊക്കെ പോകാൻ പറ്റുന്നില്ല. ഒരു ഇമോഷണൽ അവെയർനെസ്. അപ്പോൾ അതുമായിട്ട്, ആ പ്രവൃത്തിയായിട്ട് നമുക്ക് എന്തോ നമ്മളെ അങ്ങ് ചേർത്ത് വെക്കുകയാണ്. വി ലവ് ദാറ്റ്. അപ്പോൾ അവിടെ ഒരു സെൽഫ് പ്രയോറിറ്റൈസേഷൻ, അപ്പോൾ അതാണ് ഫോക്കസ് ഓൺ അവർ പാഷൻ തന്നെ വരികയാണ്. അപ്പോൾ അതൊരു ജേണി പോലെയാണ്, ഒരു പാഷനേറ്റ് ജേണി പോലെ നമ്മൾ അതിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു സെൽഫ് എക്സ്പ്ലോറേഷൻ, അവിടെ നമ്മൾ അത് ചെയ്യുമ്പോൾ ഒരു യുണീക്ക് സ്കില്ല്, മറ്റ് സ്കില്ലുകൾ പോലെയല്ല, ഇതൊരു യുണീക്ക് സ്കില്ലായിട്ട്. ചില ആൾക്കാർക്ക് ഡ്രൈവിങ് ഭയങ്കര പാഷനാണ്, എനിക്കത്ര വലിയ പാഷനൊന്നും, പക്ഷേ യാത്ര പോകുന്നൊരു പാഷനാണ്. അപ്പോൾ പലർക്കും അക്കംപ്ലിഷ്മെൻറ്റ്, അപ്പോൾ നമ്മളെ കൂടുതൽ ഡെപ്തിൽ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്ക് നമ്മളുടെ പാഷൻ എന്താണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പാഷൻ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് വരണം. അപ്പോൾ ആ പാഷൻ്റെ ഒരു ഡിസ്കവറി കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ നമുക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്ന കാര്യം നമുക്ക് അറിയാനായിട്ട് പറ്റും. വളരെ സിമ്പിളാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പാഷനെ കുറിച്ച്. അപ്പം ഈ പാഷനുള്ള ആ ഒരു പെർസ്യൂട്ട് തന്നെ നമ്മളിങ്ങനെ എടുത്തു പോവുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഫുൾഫിൽമെൻറ്റ് കൂടുതൽ ഫുൾഫിൽമെൻറ്റ് തുടങ്ങും. അപ്പം അതിലൊരു ബെസ്റ്റ് ഇൻട്രസ്റ്റാണ്, അതിൽ നമുക്ക് കൂടുതൽ ടൈമും എനർജിയും ഇൻവോൾവ്മെൻറ്റും ദാറ്റ് വി ലവ് ടു ഡു. അപ്പോൾ ഇത് നമ്മുടെ കരിയറായിട്ട് തീരുവാണെങ്കിൽ, പാഷൻ നമ്മുടെ കരിയറായിട്ട് വളരെ അപൂർവ ആൾക്കാർക്കായിരിക്കും കിട്ടുന്നത്. പക്ഷേ അങ്ങനെ കിട്ടുവാണെങ്കിൽ അതൊരു സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ്. അപ്പോൾ നമുക്കെപ്പോഴും വിഷ്വലൈസ് ചെയ്യാം നമ്മളുടെ പാഷനാണ് നടക്കുന്നതെന്ന്. അപ്പോൾ നമുക്കെപ്പോഴും ഓരോ കാര്യങ്ങൾ ചിന്തിക്കാം, ഡിസ്കവർ വൈ, നമുക്ക് എന്തുകൊണ്ടാണ് ഒരു ഡീപ്പർ പർപ്പസ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ കാര്യത്തോട് ഒരു പ്രത്യേക ഡ്രൈവ് വരുന്നത്. അപ്പോൾ നമുക്കൊരു ഒരു മോണിറ്ററൈസേഷനെ കഴിഞ്ഞൊക്കെ കൂടുതലായിട്ട് നമുക്ക് ചിലപ്പോൾ പൈസ കുറഞ്ഞ കാര്യമാണെങ്കിലും ശരി, ലിവ്ലിഹുഡിന് അതാണ് നടന്നു പോകുന്നതെങ്കിലും ശരി, നമുക്ക് അതിനോട് വല്ലാത്തൊരു പാഷൻ, അതിനോടൊരു കണക്ഷൻ. അപ്പോൾ അതുമായിട്ട് നമ്മൾ കൂടുതൽ ഇൻട്രാക്റ്റ് ചെയ്യുക, അതിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, അതിലൂടെയുള്ള ലേണിങ്ങും ഗ്രോത്തും റൊട്ടീനായി തീരുക. അപ്പോൾ ലീഡർഷിപ്പിനകത്ത് പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ലീഡിങ് ആസ് എ പാഷൻ, അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ കമ്മിറ്റ്മെൻറ്റും ഇല്ലെങ്കിൽ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങും മറ്റുള്ളവരെ നയിക്കാനുള്ള താല്പര്യവും പിന്നെ നമ്മുടെ പേഷ്യൻസ്, പെർസിസ്റ്റൻസ്, അപ്പോൾ ഇതൊരു നമുക്കൊരു ട്രൂ പാഷനായി വരുവാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് നമ്മൾ ഈ പറയാറില്ല ഇക്കിഗായി എന്നൊക്കെ പറഞ്ഞതുപോലെ, അപ്പോൾ നമുക്ക് ലവ്, സ്കില്ല്, അപ്പോൾ ഇതൊക്കെ ഇതെല്ലാം ഒന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉള്ളൊരു മാറ്റം. അപ്പോൾ അവിടെ നമുക്ക് ഫൈനാൻഷ്യലി നമ്മൾ വെൽ ഓഫ് ആയിരിക്കും, സമയം പോകുന്ന അറിയത്തില്ല, നമുക്ക് ക്ഷീണം വരില്ല. അപ്പോൾ ആ പ്രൊഫഷനിൽ നമുക്കൊരു മിഷൻ തോന്നും. അപ്പോൾ അത് നമ്മുടെ ലൈഫിനെ ഒന്ന് ബാലൻസ് ചെയ്യും. സൊസൈറ്റൽ നീഡ്, നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നമ്മളിലേക്ക് വരാനായിട്ട് തുടങ്ങും, നമ്മൾ ഫേമസ് ആകും. അപ്പോൾ ഫുൾഫിൽമെൻറ്റും ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഇതെല്ലാം നമ്മളിലേക്ക് വരുന്ന ഒരു
അപ്പോൾ സോ നമുക്ക് വി ഹാവ് ടു ഡിസ്കവർ അവർ പാഷൻ. അപ്പോൾ അതിൽ കൂടെയാണ് നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്കൊരു മൈൻഡ്ഫുള്ളായിട്ടുള്ള ലീവിങ്, നമുക്കപ്പോൾ നമ്മൾ പ്രവൃത്തി എടുക്കുന്നതിലേക്ക് മൈൻഡ്ഫുള്ളായിട്ട് ആ നിമിഷത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സെൽഫ് ഡിസ്കവറി കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കവിടെ നമ്മുടെ ഒരു സ്റ്റോറി നരേറ്റീവായിട്ട് നമുക്ക് നമ്മളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവിടെ നമുക്ക് നമ്മളുടെ സ്ട്രെങ്ത് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ അവിടെ നമുക്കൊരു നാച്ചുറൽ എഫർട്ട്, അപ്പോൾ നമുക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ടുള്ളൊരു, അപ്പോൾ അത് പിന്നെ നമ്മൾ അറിയാതെ നമ്മുടെ മുന്നിൽ അൺഫോൾഡ് ചെയ്ത് അങ്ങ് പോകുമായിരിക്കും. അപ്പോൾ ഈ പാഷനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലുണ്ടാവുകയാണ്. അപ്പോൾ നമുക്കൊരു സിംബോളിക്കായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യം കാര്യമാണെങ്കിൽ നമ്മൾ ആങ്കർ ചെയ്ത് പെട്ടെന്ന് ആങ്കേർഡായിട്ട് നമ്മളുടെ ഊർജ്ജം വല്ലാതെ കൂടും. അതിന് നമുക്ക് അൺസർട്ടനിറ്റി വന്നു കഴിഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് പല ആൾക്കാരും പാഷന് വേണ്ടിയിട്ട് ജോലി ഉപേക്ഷിക്കുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാനൊരു സ്റ്റഡിയിൽ കണ്ടത്, ഈ ആന്ത്രപ്രണേഴ്സ്, സക്സസ്ഫുൾ ആയിട്ടുള്ള ആന്ത്രപ്രണേഴ്സ് പലരും ചില കാര്യങ്ങളോട് പാഷൻ ഉണ്ടായിട്ട് ഇറങ്ങി തിരിച്ച് പിന്നെ ചില സയൻറ്റിഫിക് കാര്യങ്ങളും ടെക്നിക്കൽ കാര്യങ്ങളും സ്കില്ലും ഒക്കെ മറ്റ് ചില ആൾക്കാർ അതിനോട് കൂടി ചേർന്ന് അവരെ പഠിപ്പിച്ചെടുത്തപ്പോഴത്തേക്കാണ്. അപ്പോൾ സോ അവെയർനെസ് ഓഫ് അവർ പ്രിഫറൻസസ്, നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എന്താണ് നമ്മളുടെ ട്രൂ പാഷനും, അപ്പോൾ അതിലൂടെ നമുക്കൊരു സെൽഫ് അപ്രിസിയേഷനും അക്നോളജ്മെൻറ്റും പോസിറ്റീവ് ക്വാളിറ്റീസും വരുന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് ദാറ്റ് വിൽ ബൂസ്റ്റ് അവർ സെൽഫ് കോൺഫിഡൻസ്. അപ്പോൾ ആ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പെർസ്യൂട്ടാണോ നമുക്ക് വരുന്നത്. രണ്ടാമത് നോക്കേണ്ട കാര്യമില്ല, നമുക്ക് അതിൻ്റെ കൂടെ തന്നെ അക്സെപ്റ്റ് അവർ ഇംപെർഫെക്ഷൻസ് എന്തൊക്കെ ഉണ്ടെങ്കിലും, പക്ഷേ നമുക്കതിനകത്ത് സ്ലോലി നമ്മളൊരു യുണീക്ക്നെസ് നമ്മൾ കൈവരും. അപ്പോൾ നമുക്ക് ഉണ്ടായി വരുന്നൊരു പൊട്ടൻഷ്യൽ മാച്ചസ്, ഇൻട്രസ്റ്റ്. അപ്പോൾ അവിടെ ജോബ് കാറ്റഗറി നോക്കുമ്പോൾ ഒരു ഹോൾ ആൻഡ് ടെസ്റ്റ് ടൈപ്പോളജി എന്നൊക്കെ പറഞ്ഞ രീതിയുണ്ട്, നമുക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു പാഷൻ. അപ്പോൾ അവിടെ നമുക്ക് സാധാരണഗതി നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നത് നമ്മൾ എന്തിനോടാണ് ഈ പാഷനോട് കൂടുതൽ അലൈൻ ചെയ്യുമ്പോൾ, ആ പാഷനോടുള്ള ആ ഒരു പെർസ്യൂട്ട് മാത്രമായിട്ട് നമ്മൾ പോകുമ്പോൾ സ്കില്ല് പതിയെ തെളിഞ്ഞ് അത് എക്സ്പേർട്ടൈസായി മാറും. അപ്പോൾ അതിൽ നമുക്ക് ഒരു യുണീക്ക് എബിലിറ്റി വരും. ഒരു യുണീക്ക് എബിലിറ്റി വരുമ്പോൾ നമുക്കത് മറ്റാരെ കഴിഞ്ഞും കൂടുതൽ നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊരു പേഴ്സണൽ എൻജോയ്മെൻറ്റും, പിന്നെ ജോലി മാത്രമല്ല അതൊരു ഹോബി ആവുകയാണ്, പിന്നെ ജോയിയസ് ആവുകയാണ്, ഫുൾഫില്ലിങ് പാഷൻ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് എന്തൊക്കെയാണ് കമ്പോണൻസ് വരുന്നത്, വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യുന്നത്, നമുക്ക് പാഷനുള്ളതെല്ലാം നമ്മളൊരു പേപ്പറിൽ എഴുതുക. അപ്പം 20 എണ്ണം 30 എണ്ണം നമുക്ക് താല്പര്യമുള്ള എഴുതുക, നമ്മളതിനെ മൊത്തം നോക്കിയിട്ട് മോസ്റ്റ് പാഷനുള്ളത് റിട്ടേൺ ചെയ്തിട്ട് ലീസ്റ്റ് പാഷനുള്ളത് വെട്ടുക, എലിമിനേറ്റ് ചെയ്ത് വന്നൊരു 10 എണ്ണമായിട്ട് കുറയ്ക്കുക. അതിനെ തന്നെ വീണ്ടും നോക്കിയിട്ട് അതിനെ വളരെ സൂക്ഷിച്ച് നോക്കി ഇവാലുവേറ്റ് ചെയ്തിട്ട് എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കി വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് 1 2 3 എണ്ണത്തിൽ വന്നിരിക്കും. അതിനെ വളരെ കെയർഫുള്ളായിട്ട് ചിന്തിച്ച് നമ്മൾ ആ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അപ്പോൾ അതിനകത്ത് നമുക്ക് ഫൈനാൻഷ്യൽ സപ്പോർട്ടും നമ്മുടെ പെർസ്യൂട്ടും നമ്മുടെ ലിവ്ലിഹുഡും എല്ലാമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഏതാണോ നമുക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് വരുന്നത്, ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടായിരിക്കും ഫൈനലി നമ്മുടെ പാഷൻ. ആ പാഷൻ നമ്മൾ ഫൈനലി ഒരെണ്ണം കണ്ടെത്തുമ്പോൾ പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ ലിവ്ലിഹുഡും തരുന്നുണ്ട്, നമ്മുടെ സാറ്റിസ്ഫാക്ഷനും തരുന്നുണ്ട്, ഫുൾഫിൽമെൻറ്റ് തരുന്നുണ്ട്, ഇതെല്ലാം നമുക്ക് തരുന്നുണ്ടെങ്കിൽ പിന്നെ അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. വേറെ മേലുകീഴ് നോക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ അത് നമ്മുടെ ലൈഫ് പർപ്പസുമായിട്ട് പലപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്കതൊരു പാഷനേറ്റ് ലൈഫായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പം ഇതിന് നമ്മൾ പോകുമ്പോഴത്തേക്കും അതിൻ്റെ വലിയ കാര്യങ്ങൾക്ക് പോകുമ്പോൾ യു ക്യാൻ സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദി കംഫർട്ട് സോൺ, കടന്നു പോകാം. അപ്പോൾ നമുക്ക് പ്രയാസങ്ങളും ഒക്കെ വരുന്നു. അപ്പോൾ എന്നാലും നമ്മളൊരു പാഷൻ്റെ പെർസ്യൂട്ടിലാണ് പോകുന്നത്. ജോലി നഷ്ടപ്പെട്ടാലും നമുക്ക് അതിൻ്റെ പേരിൽ ഒരു പ്രയാസമില്ല. അതിനെക്കുറിച്ച് നമ്മുടെ പാഷനുമായിട്ട് ബന്ധപ്പെട്ട കണ്ടിന്യൂസ് ലേണിംഗ്, അതിന് നമ്മൾ അഡാപ്റ്റബിലിറ്റി, നമ്മുടെ സിറ്റുവേഷൻസ് അനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നു, അത് തന്നെ പെർസ്യൂ ചെയ്യുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, പടം വരയ്ക്കുന്നതിനെക്കുറിച്ചോ മൂവി ഉണ്ടാക്കുന്നതിനെക്കുറിച്ചൊക്കെ പാഷനാണ്, നമുക്ക് അതിൻ്റെ ടെക്നിക്കലി ചിലപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു മേഖലയിലെല്ലാം നമ്മൾ പഠിച്ച് ഇപ്പോൾ എൽ നൈറ്റിംഗേൽ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ഏത് പ്രൊഫഷനാണോ ആ പ്രൊഫഷനെക്കുറിച്ച് നമ്മൾ അരമണിക്കൂറെങ്കിലും എല്ലാ ദിവസവും കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ 5 years കൊണ്ട് ആ രാജ്യത്ത് നമ്മൾ ആ മേഖലയിലെ ഏറ്റവും വലിയ എക്സ്പെർട്ടുള്ള ഒരാളായി തീരുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ്, നമ്മൾ വളരെ ഓപ്റ്റിമിസത്തോടു കൂടി, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ പാഷനെ നമ്മൾ നർച്ചർ ചെയ്യുകയാണ്.
അപ്പോൾ നമ്മൾ സറൗണ്ട് ചെയ്യേണ്ടത് ഇതുമായിട്ട് എൻഗേജ് ചെയ്തിട്ടുള്ള പോസിറ്റീവിനെ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. അങ്ങനെ നമ്മൾ ഇൻസ്പയർ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇവർ നമ്മളെപ്പോഴും ഫ്യൂവൽ ചെയ്തൊരു ക്രിയേറ്റീവ് എക്സ്പ്രഷൻസിന് വേണ്ടി, സക്സസ്സിന് വേണ്ടി ഓരോ മൈൽ സ്റ്റോണും കടക്കാനായിട്ട് നമ്മളെ ഇങ്ങനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ യുണീക്ക് സൊല്യൂഷൻസ്, ഇതിൻ്റെ മേഖലയിലുള്ള മെൻറ്റേഴ്സ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഇവരിൽ നിന്ന് ഫീഡ്ബാക്ക് കിട്ടുന്നു, അത് നമ്മൾ പലതും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓരോരോ വിജയവും ഓരോ അച്ചീവ്മെൻറ്റും നമ്മളത് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഓരോ മൈൽ സ്റ്റോണും കടന്നു പോകുമ്പോഴത്തേക്ക് അതിനെ വീണ്ടും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. അതിൽ നമുക്ക് വീണ്ടും അതിൽ മാത്രം ഫോക്കസ് ചെയ്ത്, അപ്പോൾ നമ്മൾ ലൈഫിനെ മൊത്തം അതുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം നമ്മൾ അതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത്, നമ്മൾ അതിലൊരു മൈൻഡ്ഫുൾ ബാലൻസ് അത് നമ്മുടെ ലോകമാക്കി മറ്റു ലോകമായിട്ട് നമ്മൾ ചിലപ്പോൾ കണക്റ്റഡ് ആയിരിക്കത്തില്ല. അതിനകത്ത് നമുക്ക് പിന്നെ ഒരു ടൈം മാനേജ്മെൻറ്റും നമ്മൾ അതിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള അച്ചീവ്മെൻറ്റ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുക, വിഷ്വലൈസേഷൻ ഭയങ്കര ആഴത്തിൽ. ഞാൻ വിഷ്വലൈസേഷനെ കുറിച്ച് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, വളരെ വളരെ ഡെപ്തിലുള്ള. അപ്പോൾ അതുമൊക്കെ ചെയ്ത് പലപ്പോഴും അപ്പോൾ അതിൽ കൂടെ നമ്മൾ ഗോൾ ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്ത് അച്ചീവബിൾ ഗോൾസ്. അപ്പോൾ നമുക്ക് കോച്ചിങ് എടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും കോച്ചിങ് എടുക്കണം. കാരണം വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കോച്ചസ്, നമുക്ക് ഇണങ്ങിയ ഒരു കോച്ചസ് കിട്ടുവാണെങ്കിൽ എത്ര പൈസ കൊടുത്താലും നമുക്ക് അനുഗ്രഹമാണ്. പെട്ടെന്ന് നമ്മളെ ആ ലക്ഷ്യത്തിലെത്താനായിട്ട് ചെയ്യും. നമ്മൾ ഈ പരാജയത്തിൻ്റെ ഫിയറൊന്നും നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. അങ്ങനെ ഒരു ഫിയറിൻ്റെ പ്രശ്നം വരത്തില്ല. നമ്മുടെ പെർസ്വറൻസ് നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്ത് എൻകറേജ് ചെയ്യപ്പെട്ട് നമുക്ക് ആ വിജയത്തിലേക്ക് പെട്ടെന്ന് ചാടിക്കയറി പോകാനായിട്ട് പറ്റും. ഇതിനിടയ്ക്ക് ചിലപ്പോൾ ചെറിയ സെറ്റ് ബാക്ക് ഒക്കെ ഉണ്ടാകാം. അതിനൊന്നും വിഷമിക്കേണ്ട. ഈ സെറ്റ് ബാക്ക് ചിലപ്പം വലിയ ഒരു കുതിച്ചു ചാട്ടത്തിന് ഉള്ളൊരു തയ്യാറെടുപ്പായി. ചെറുതായിട്ട് പുറകോട്ട് ഇങ്ങനെ ഒന്ന് അയഞ്ഞു മാറിയിട്ട് നമ്മൾ എടുത്തു ചാടുന്നത് പോലെ. അപ്പോൾ നമുക്ക് ചാലഞ്ചസ് വരണം. അപ്പോൾ പിന്നെ ഇതിന് നമുക്ക് ഷെയർഡ് പാഷനുണ്ട്. അപ്പോൾ ചില ആൾക്കാർ ഇതുമായിട്ട് പാഷനുള്ള ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ കൂടെ വന്ന് ചേരും. അപ്പോൾ നമ്മുടെ ഗോളും നമ്മുടെ ദൗത്യവും നമ്മുടെ മിഷനും നമ്മുടെ വിഷനും ഒക്കെ ചേരുമ്പോഴത്തേക്കും അവർ നമ്മളുമായിട്ട് സപ്പോർട്ട് ചെയ്ത് നമുക്ക് വലിയ രീതിയിൽ, അപ്പോൾ ചിലപ്പോൾ ചെറിയ ഡിഫറൻസസ് ഒക്കെ വരും, അതുമൊക്കെ ചർച്ച ചെയ്ത് നമ്മൾ ആ ഒരു മിഷനിൽ ഊന്നൽ കൊടുത്ത് നമ്മൾ പോകുമ്പോഴത്തേക്കും, അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടെ നമ്മളെ ജനം അംഗീകരിക്കാനായിട്ട് സോഷ്യൽ അഡ്വക്കസി, അതും അല്ലെങ്കിൽ നമ്മൾ വോളണ്ടറിസം നമ്മൾ ആ മേഖലയിൽ കുറച്ച്, അപ്പം നമ്മൾ തുടങ്ങിയതുപോലെ തന്നെ പതിയെ ആ മേഖലയിലേക്ക് ഒരുപാട് പേര് വോളണ്ടറി ചെയ്ത് നമ്മളെ സഹായിക്കാനായിട്ട് വരും. പിന്നെ കൊളാബറേറ്റീവായിട്ടുള്ള ഇനിഷ്യേറ്റീവ്, നമ്മൾ കൊളാബറേറ്റീവായിട്ട് ലൈക്ക് മൈൻഡഡ് ഇൻഡിവിജ്വൽസ് നമ്മളോട് കൂടി ചേരുമ്പോൾ നമ്മളാ ചെയ്തുകൊണ്ടിരുന്ന സംഭവം ഒരു മഹത് പ്രസ്ഥാനമായി ആർക്കും നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ഇതായിട്ട്. അപ്പം മൈൻഡ്ഫുള്ളായിട്ടുള്ള നമ്മൾ അതിനെ കണ്ടുകൊണ്ട് ഓരോ നിമിഷങ്ങളും കണ്ടുകൊണ്ട് വരാൻ പോകുന്നതിനെ കണ്ടുകൊണ്ട് വളരെ ക്രിയേറ്റീവായിട്ടുള്ള പെർസ്യൂട്ട്, അത് തന്നെ നമ്മൾ ആ പാഷനിലൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ഇതിലൂടെ തന്നെ നമ്മൾ ഒരു നാച്ചുറൽ കണക്ഷനുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. വീണ്ടും ഈ മാസത്തിലേക്ക് ആൾക്കാർ വന്ന് ചേർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് യു ഹാവ് ടു പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ കൾട്ടിവേറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്, അപ്രിസിയേഷൻ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുൾഫിൽമെൻറ്റ് വരേണ്ട ആൾക്കാർ പാഷനേറ്റ് ആയിട്ടുള്ള ചോയ്സ് ഇവർ നമ്മുടെ കൂടെ തന്നെ വരും. നമ്മൾ വളരെ ഓതൻറ്റിസിറ്റിയോടുകൂടി തന്നെ ആ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി ഒരു ജെനുവിൻ ഫുൾഫിൽമെൻറ്റിൽ നമ്മൾ വരും. അപ്പോൾ നമുക്കവിടെ ഒരു സെൽഫ് എക്സ്പ്രഷൻ, അപ്പോൾ ഈ സെൽഫ് എക്സ്പ്രഷൻ നമ്മൾ ചിന്തിച്ചത് പലതും നമുക്ക് നേടിയത് കാണിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മളൊരു ലെഗസി ബിൽഡ് ചെയ്യുകയാണ്, എക്കാലവും നമ്മളെ ഓർത്തിരിക്കുന്ന ബിയോണ്ട് അവർ ലൈഫ്. അപ്പോൾ നമ്മൾ ഭയങ്കര ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് നമ്മുടെ കാലശേഷത്തിന് ശേഷം ലോകത്ത് ഓർത്തിരിക്കാൻ പറ്റിയ പല കാര്യങ്ങളും നമ്മളിലൂടെ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും ഫിസിക്കൽ വെൽനെസ്, നമുക്ക് ഹെൽത്ത്, അതും അല്ലെങ്കിൽ നമുക്ക് ജീവിതം പാഷനേറ്റായിട്ട് മറ്റു പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു മെൻ്റൽ വെൽനെസ്, അപ്പോൾ നമുക്കൊരു അതിന് തെറ്റിയതായ ഒരു മൈൻഡ് സെറ്റും, നമ്മുടെ ആ മൈൻഡ് സെറ്റ് നമുക്ക് എപ്പോഴും ഈ പാഷനെ ഫ്യൂവൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്ന് പാഷനിലൂടെ നമുക്കൊരു സ്പിരിച്വൽ കണക്ഷൻ അങ്ങോട്ട് കിട്ടും. നമുക്ക് തോന്നും നമ്മളീ പ്രവൃത്തി എടുക്കുന്നത് നമ്മളൊരു സ്പിരിച്വൽ ആക്ടിവിറ്റിയാണ് എന്ന് നമുക്ക് തോന്നാനായിട്ട് തോന്നും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലോകത്ത് കിട്ടുന്ന അറിവുകളെല്ലാം സ്ലോവിലി നമ്മളിലേക്ക് ഒഴുകാനായിട്ട് തുടങ്ങും. അപ്പം പതിയെ ആർട്ട് ആൻഡ് കൾച്ചർ ഈ ഭാഗത്തൊക്കെ നമുക്ക് നല്ല ഡോമിനൻസ് വരുവാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ പാഷൻ കൂടി കഴിയുമ്പോഴത്തേക്കും പലയിടത്ത് യാത്ര ചെയ്യാനും പല രാജ്യത്തും പല കൾച്ചറിലും അവിടെയൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ പാഷനെ എൻറിച്ച് ചെയ്യാൻ പറ്റിയ പല എൻഗേജ്മെൻറ്റും കോൺവെർസേഷനും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ നമ്മൾ വരുമ്പം നമ്മുടെ പാഷൻ്റെ ആ മേഖലയിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്.
മൾട്ടിപ്പിൾ ചെയ്ത് അപ്പോൾ നമ്മുടെ ആ ഒരു ഇതുമായിട്ടുള്ളൊരു കോൺഷ്യസ്നസ്, ഈ ഒരു പാഷനുമായിട്ടുള്ള കോൺഷ്യസ്നസ് ഏറ്റെടുക്കാൻ ആൾക്കാരുണ്ട്. നമ്മളവിടെ ഒരുപാട് എത്തിക്കൽ ചോയ്സസ് എന്ത് ചെയ്താലും നമ്മുടെ പാഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും, അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി എൻഗേജ് ചെയ്യുന്നു, നമുക്ക് ശേഷം വരാൻ പോകുന്നവരെ നമ്മൾ എൻഗേജ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അതിനകത്ത് കിട്ടുന്ന ഒരു ബാലൻസിങ് പാഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി വരും. അപ്പോൾ ഇതിലൂടെ നമുക്കൊരു ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് സ്റ്റെബിലിറ്റി വരും, നമുക്ക് നമ്മുടെ എഫർട്ടിന് കണ്ടിന്യൂറ്റി വരും. ഇതൊക്കെ നമുക്കൊരു കോച്ചൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടൈം അതിനകത്ത് നിർത്തിക്കൊണ്ട് ചുരുങ്ങിയ കാലത്ത് നമുക്ക് മെൻറ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സെൽഫ് കെയർ ഒക്കെ എടുത്ത് നമ്മളെ മെൻറ്റർ ചെയ്ത് ഇതൊരു ചുരുങ്ങിയ കാലം കൊണ്ട് 10 വർഷം കൊണ്ട് നേടാൻ പറ്റുന്ന കാര്യം 2 വർഷം കൊണ്ട് നേടാനായിട്ട് പറ്റണം. അപ്പോൾ ചില കാര്യത്തിൽ നമുക്ക് സ്കിൽ എൻഹാൻസ്മെൻറ്റ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്കിൽ എൻഹാൻസ്മെൻറ്റ് വളരെ പെട്ടെന്ന് ചെയ്യണം. അപ്പോൾ ക്രിയേറ്റിംഗ് കണക്ഷൻ, നെറ്റ്വർക്കൊക്കെ നമുക്ക്, അപ്പോൾ ഈ പ്രൊഫഷനിൽപ്പെട്ട ആൾക്കാരുമായിട്ട് നമുക്ക് ഒരുപാട് നെറ്റ്വർക്ക് വരും, കൊളാബറേഷൻസ് വരും, എക്സ്പോഷർ കൂടും, ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഒരു അവലാഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് വരും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആന്ത്രപ്രണർഷിപ്പ് വരും. അപ്പം നമ്മൾ അതിന് താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ചെയ്യും. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും ഈ പ്രൊഫഷനിൽ ഈ ഒരു പാഷൻ്റെ അകത്തുള്ള ജീവിതത്തിൽ എപ്പോഴും നമ്മൾ മൈൻഡ്ഫുള്ളായിരിക്കും. അപ്പോൾ ഈ മൈൻഡ്ഫുള്ളായിട്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നിമിഷവും നമ്മൾ അത് എൻജോയ് ചെയ്ത് അതിൻ്റെ പെർസ്യൂട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഇതിനകത്തിരുന്ന് മെഡിറ്റേറ്റ് ചെയ്ത് ഇതിനകത്തിരുന്ന് വിഷ്വലൈസ് ചെയ്ത് വരാൻ പോകുന്ന ഫ്യൂച്ചറിനെ കൃത്യമായി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് വരുന്ന ആൾക്കാരോട് നമുക്കുണ്ടാകുന്ന ഒരു ഇമോഷൻ എപ്പോഴും വലിയ രീതിയിലുള്ള ഒരു എമ്പതി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കൊളാബറേറ്റ് ചെയ്ത് നമുക്കൊരു സെൽഫ് റിഫ്ലക്ഷനിലൂടെ റിഫൈൻ ചെയ്ത് നമുക്ക് വലിയ രീതിയിലേക്ക്, അപ്പോൾ അവിടെ നമുക്ക് ചിലപ്പോൾ കോൺഫ്ലിക്റ്റുകൾ വരാം, അത് റിസോൾവ് ചെയ്ത് അഡ്വാൻസ് ചെയ്ത് ഒരു വലിയ പ്രസ്ഥാനമായി മാറി അത് വീണ്ടും നമ്മൾ ആ പാഷൻ നമുക്ക് വീണ്ടും വളർന്ന് നമുക്കതിൻ്റെ വെറൈറ്റി പലപ്പോഴും. അപ്പം ഞാനിവിടെ പറഞ്ഞ് നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ പാഷൻ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടെ നിങ്ങളിത് കണ്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതിലേക്ക് മാത്രം കൊണ്ട് വെക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് മാത്രം ഈ സ്റ്റൈലിൽ നിങ്ങളുടെ പാഷനും കരിയറും ലൈഫും പ്രോഗ്രാം ചെയ്ത് നല്ല രീതിയിൽ ഇപ്പോൾ ലൈഫ് ലൈനിലെ എക്സ്പേർട്സിൻ്റെ സഹായത്തോടു കൂടി ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് കോച്ചിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ പോവുകയാണെങ്കിൽ അപൂർവമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റു പല ആൾക്കാരും നേടിയിട്ടുള്ള 20-30 വർഷം കൊണ്ടുള്ള നേടിയിട്ടുള്ള നേട്ടം നിങ്ങൾക്ക് 2-3 വർഷം കൊണ്ട് നേടാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇതിനെല്ലാം കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.